ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ജഗൻ ചേട്ടൻ ഒരു അനാഥ കൊച്ചിനെ ദത്തെടുത്തു എന്നറിഞ്ഞു. അനാഥാലയം തുടങ്ങിയത് ഞാൻ അറിഞ്ഞില്ല. ഹരിതേ, നീ ഇപ്പോഴേ ഒന്നും അറിയുന്നില്ല. അതാ നിന്റെ കുഴപ്പം. ദീർഘസുമംഗലീ ഭവ. കുട്ടി, നിന്റെ സാന്നിധ്യമാണ് ഈ വീടിന്റെ ഉയർച്ചയും ഐശ്വര്യവും. ഇവളുടെ കണ്ണുനീർ ഈ വീട്ടിൽ പതിയരുത്. യാത്രാമധ്യേയാണ് ഇവിടേക്ക് വന്നത്. യാത്ര തുടരേണ്ടതുണ്ട്. ലക്ഷ്യം കൈലാസം. സ്വാമിജി, തെരഞ്ഞെടുപ്പ് വരുന്നുണ്ടേ. വിജയം അല്ലെങ്കിൽ മൃത്യു. അപമൃത്യു ഫലം. സ്വാമി, അതെ, മരണം. വിജയം അല്ലെങ്കിൽ ഈ വീട്ടിലൊരു അകാല മരണം സംഭവിക്കും. മരണം വരിക്കുന്നതും മരണം വരുത്തുന്നതും ഇതേ മേൽക്കൂരയ്ക്കുള്ളിലുള്ളവർ തന്നെ. സ്വാമി, കർമ്മമാണ് ഫലം. ഒളിയിടങ്ങളിൽ കരിനാഗങ്ങളുടെ പണമെടുത്താടൽ. ചുവടുകൾ സൂക്ഷിച്ച് ചവിട്ടണം. പ്രാർത്ഥനയും പൂജയും വേണം കുറുപ്പേ. ഭജന ഭസ്മാധാരിക്ക്. എന്നാ പിന്നെ യാത്ര പറയുന്നില്ല. ശരി സ്വാമി, നടന്നാട്ടെ. വാച്ചിട്ടുണ്ടതിനും. ഹേയ്, പുതിയ സ്ഥാനമാനങ്ങളൊന്നും ഞാൻ നോക്കുന്നില്ല. കുറച്ചു നാളത്തേക്ക് പാർട്ടിയിൽ നിന്ന് ലീവ് എടുത്താലൊന്ന് ആലോചിക്കാൻ ഞാൻ. വേറൊന്നും കൊണ്ടല്ല, ഇപ്പോ കുടുംബമൊക്കെ ആയില്ലേ. ഭാര്യയുടെ ചെലവും കൂടി അച്ഛനെ കൊണ്ട് നോക്കിക്കുന്നത് ശരിയല്ലല്ലോ. ആ ആ അത് ഞാൻ നോക്കിക്കോളാം. ചേട്ടാ, ഞാൻ ഫോൺ വിളിക്കുക. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞിട്ട് നീ ഫോൺ ചെയ്താൽ മതി. നീ ഫോൺ കട്ട് ചെയ്തേ. ഞാൻ കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വിളിക്കാം. എന്താ ഏട്ടനും ചോദിക്കാനുള്ളത്? അച്ഛനെ ഏൽപ്പിക്കാൻ വേണ്ടി ആ കോൺട്രാക്ടർ നിന്റെ കയ്യിൽ തന്ന പണം എവിടെ? അത് തൽക്കാലം ഞാനൊന്ന് മറിച്ചെന്നോ? നിന്നോട് ആര് പറഞ്ഞു നേരത്തെ മറിക്കാൻ? അല്ല, ഏട്ടന്റെ പണമൊന്നും അല്ലല്ലോ, അച്ഛന്റെ പണമല്ലേ. കണക്കൊക്കെ ഞാൻ അച്ഛനോട് പറഞ്ഞോളാം. അത് പറ്റില്ല. ആ പണം എന്നെ ഏൽപ്പിക്കണം. നിന്റെ കയ്യിൽ നിന്നും ആ പണം വാങ്ങിക്കൊടുക്കാൻ അച്ഛൻ എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുക. ജഗ, നീ കളിക്കാതെ പണം എടുക്ക്. ഏട്ടനോട് ഞാൻ പറഞ്ഞില്ലേ ആ പണം ചെലവായി പോയെന്ന്.
എങ്ങനെ ചെലവായി പോയി? അതൊക്കെ ചെലവായി. ഒരു നന്മയുള്ള പ്രവൃത്തിക്ക് വേണ്ടി ചെലവഴിച്ചെന്ന് കരുതിക്കോ. നന്മയുള്ള പ്രവൃത്തിയോ? ഏട്ടൻ അറിയില്ലേ അനിയൻ അനാഥാലയം തുടങ്ങിയ കാര്യം? ഏട്ടത്തി കളിയാക്കൊന്നും വേണ്ട. അനാഥാലയത്തിന് ചെലവാക്കുന്നത് മാത്രമല്ല നന്മയുള്ള കാര്യം. ജഗൻ ചേട്ടൻ ഒരു അനാഥ കൊച്ചിനെ ദത്തെടുത്തു എന്നറിഞ്ഞു. അനാഥാലയം തുടങ്ങിയത് ഞാൻ അറിഞ്ഞില്ല. ഹരിതേ, നീ ഇപ്പോഴേ ഒന്നും അറിയുന്നില്ല. അതാ നിന്റെ കുഴപ്പം. ഈനാമ്പേച്ചി മരപ്പൊട്ടിയോട് കൂട്ടുകൂടിയൊരു കഥ നീ കേട്ടിട്ടുണ്ടോ? അതിന്റെ ക്ലൈമാക്സിൽ രണ്ടും കുഴിയിൽ വീണു പോവായിരുന്നു. ഇപ്പൊ നിനക്ക് കഥയെഴുത്തും കഥാപാത്രങ്ങളെ സൃഷ്ടിക്കലുമാണ് ജോലിയെന്ന് അറിയാം. അതാണല്ലോ ഇന്ന് നാടകത്തിൽ നിന്ന് തട്ടേ കളിച്ച സ്വാമിജി എന്ന കഥാപാത്രം വന്നത്. ശാപം പിടിച്ച നിന്റെ ഭാര്യയെ പുണ്യവതിയാക്കാൻ ഒരു സ്വാമിജി അവതരിച്ചിരിക്കുന്നു. അയാളെ കണ്ടപ്പോഴെനിക്ക് സംശയം തോന്നിയതാ. അയാളെ ഞാൻ ഏതോ സിനിമയിലോ സീരിയലിലോ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് കൊടുക്കാൻ മറിച്ചതായിരിക്കും പണം. അയാൾക്ക് കൊടുക്കാനെടുത്താലും അന്നത്തിന് വകയില്ലാത്ത നിന്റെ അച്ചുവീട്ടി കൊടുക്കാനെടുത്താലും നാളെ നേരം വെളുക്കുമ്പോ എനിക്ക് ആ പണം കിട്ടിയിരിക്കണം. എന്താ നിന്റെ നാം ഇറങ്ങിപ്പോയോ? ആവിറങ്ങിപ്പോയതൊന്നും അല്ല ഏട്ടാ. സമ്പർക്ക ഗുണം കൊണ്ട് ഏട്ടന്റെ നാവ് ഇത്രയും ഉയർന്നല്ലോ എന്നോർത്ത് ഒരു നിമിഷം മൗനമായിട്ട് നിന്നുപോയതാ. ഏതായാലും ഈ വിഷയത്തിൽ അധികം സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. നാളത്തെ കാര്യം നാളെ നോക്കാം. കോൺട്രാക്ടർ തന്ന പണം ജഗൻ അച്ഛന് കൊടുത്തത് ശരിയായില്ല. എന്തായാലും ജഗനോടത് ചോദിക്കണം. വിദ്യേ, ഈ രാത്രി തന്നെ ഇത് അച്ഛനോട് പറയേണ്ട കാര്യമുണ്ടോ? നീ മനുഷ്യ അടങ്ങിയിരുന്നോണം. കയ്യോട് ചെയ്യാനുള്ളത് കയ്യോട് ചെയ്തില്ലെങ്കിലേ അതിന്റെ ചൂടൊന്ന് കെട്ടുവോ? പിന്നെ ആറിയ കഞ്ഞി പഴങ്കഞ്ഞി പോലെ ആവും. ഈ രാത്രിയിൽ എല്ലാവരുടെ ഉറക്കം കെടുത്തിട്ട് നിനക്ക് എന്ത് കിട്ടാനാ? നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. കൊള്ളാം. മറ്റുള്ളവരുടെ ഉറക്കം കെടുത്തിയിട്ട് സുഖമായിട്ട് ഉറങ്ങാൻ കഴിയുന്നതേ ഒരു നല്ല കഴിവാ.